അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ വഹ്ശുർനാ ഫീ മഖ്അദി റഹ്മതിക മഅ ഇബാദികസ് സ്വാലിഹീൻ. പ്രിയപ്പെട്ടവരെ, ത്വലാഖിൻ്റെയൊക്കെ ഖുൽഅൻ്റെയൊക്കെ പാടാണ്. ത്വലാഖിൻ്റെ പാഠം വരുന്നുള്ളൂ. ഖുൽഅൻ്റെ പാഠം കുറേ തലാഖുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെയാണ്. നമുക്കറിയാലോ ത്വലാഖും ഖുലും തമ്മിലുള്ള വ്യത്യാസം. ഖുൽഅ എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തലാഖ് ചെല്ലുന്നതാണ്. ഭാര്യയിൽ നിന്നോ വേറെ ആരിൽ നിന്നൊക്കെ. ത്വലാഖ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഖുൽഅ പൈസ വാങ്ങി തലാഖ് ചെല്ലുന്നതിനൊക്കെയുള്ള പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. വലിയ മഹറൊക്കെ കൊടുത്തു കല്യാണം കഴിച്ചു പെണ്ണ്, പിന്നെ പറഞ്ഞു എനിക്ക് വേറെ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ നമ്മൾ നഷ്ടപരിഹാരം വാങ്ങിയാണ്ട് തലാഖ് ഇല്ലാറല്ലേ. അത് ത്വലാഖിൻ്റെ പ്രതിഫലമായിട്ടാണ് ആ കാണുന്നത്. അങ്ങനെ പ്രതിഫലം വെച്ചുകൊണ്ട് തലാഖ് ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. പെണ്ണിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വീഴ്ച വരുമ്പോൾ പ്രത്യേകിച്ചും, കാരണം 3-4 പവനൊക്കെ മഹർ കൊടുത്തിട്ടുണ്ടാകും. ഏതായാലും നമ്മളിപ്പോൾ പറയുന്നത് അറബി ഭാഷയിൽ അങ്ങനെ പറയുമ്പോൾ ഇൻ എന്നുപയോഗിച്ചിട്ട് മത്ത എന്നൊക്കെ ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ അതിന് ഹുക്മ് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻ എന്നതിൻ്റെ അർത്ഥവും മത്ത എന്നതിൻ്റെ അർത്ഥവും. ഈ തരുമ്പോൾ എന്ന് പറയുന്നതല്ല തന്നാൽ എന്ന് പറയുന്നത്. തരുമ്പോൾ എന്ന് പറഞ്ഞാൽ മത്താഅത്തൈതിനി കദാ ഫഅന്തി താലിഖ് എന്ന് പറഞ്ഞാൽ താലീഖാണ്. അപ്പോൾ എപ്പോഴാണോ തരുന്നത് അപ്പോഴായിരിക്കും അയാൾക്ക് തലാഖ് സംഭവിക്കുക. അതേ സമയത്ത് അയാൾക്ക് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എപ്പോൾ തന്നാലും എന്ന് പറഞ്ഞാൽ എപ്പോൾ കൊടുത്താലും തലാഖ് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ തലാഖ് സംഭവിക്കാതിരിക്കാൻ മാർഗം എന്താണ്? അവൾ കൊടുക്കാതിരിക്കുക. അതിനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മസലയും കൂടെ പറഞ്ഞാൽ പിന്നെ ഇൻ എന്നുപയോഗിച്ച് പറഞ്ഞാൽ നീ തന്നാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്നാ. തന്നാൽ എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത ഉടനെ കൊടുത്താലേ എന്താവുള്ളൂ, തലാഖ് സംഭവിക്കുള്ളൂ എന്നാ. നീ തന്നാൽ 1000 റുപ്യ തരാമെന്ന് പറഞ്ഞാൽ, അല്ല നീ എനിക്ക് 1000 റുപ്യ തന്നാൽ നീ താലിഖാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കൊടുക്കണം വൈകാതെ. തരുമ്പോൾ എന്ന് പറഞ്ഞാലോ എപ്പോൾ തന്നാലും മതി. ഓക്കെ. നോക്കൂ, വൈന്നമാ വജബൽ ഫൗറു ഫീ ഖൗലിഹാ മത്താ തല്ലഖ്തിനി ഫലക കദാ ഫലക്കി കദാ. മത്താ തല്ലഖ്തിനി ഫലക്കി കദാ, നീ എന്നെ തലാഖ് ചെല്ലുമ്പോൾ, നിങ്ങൾ എന്നെ തലാഖ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയുണ്ട്. അതിനിടയിൽ മറ്റൊരു മസല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നതും അവൾ പറയുന്നതും. അയാൾ പറയാണ് അയാൾ പറഞ്ഞു, ഇനി ആദ്യം അയാൾ പറയാം, ഇനി ആദ്യം പെണ്ണ് പറയുന്ന മസലയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അയാൾ പറഞ്ഞു നീ എനിക്ക് 1000 രൂപ തന്നാൽ നീ താലിഖാണ് എന്ന് പറഞ്ഞാൽ താലിഖാണ്. അവിടെ പിന്മാറാൻ പറ്റില്ല. സമയമുണ്ട്. അവൾ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോഴാണ് തലാഖ് സംഭവിക്കുക. അവിടെ ഉടനെ തന്നെ സ്വീകരിക്കൽ നിർബന്ധമല്ല, ഉടനെ തന്നെ കൊടുക്കൽ നിർബന്ധമല്ല. ഓക്കെ. ഇനി അവൾ പറഞ്ഞാലോ വൈദാ ബദഅത്ത്, അതിൻ്റെ മസലയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ 1000 തലാഖല്ല, നിങ്ങൾ തന്നെ തലാഖ് ചെല്ലിയാൽ നിങ്ങൾക്ക് 1000 എന്നൊക്കെ പറയുന്നിടത്ത് ഭർത്താവ് മറുപടി പറഞ്ഞാൽ മുആബദയാണ്. അപ്പോൾ വേണമെങ്കിൽ പിന്മാറാം. കാരണം മുആബദാത്തുകളൊക്കെ പിന്മാറാകുന്നതാണ്.
ഞാൻ നിങ്ങൾക്ക് 1000 റുപ്യക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ പിന്മാറി എന്ന് പറയാമല്ലോ അയാൾ സ്വീകരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഉടനെ തന്നെ അയാളെ തലാക്ക് ചൊല്ലിയാൽ 1000 രൂപയൊക്കെ കിട്ടും. അല്ല കുറേ കഴിഞ്ഞിട്ടാണ് തലാക്കില്ലുണ്ടെങ്കിലോ അത് അവൾ പറഞ്ഞാൽ മറുപടിയൊന്നുമല്ല, അത് പുതിയൊരു തലാക്കായിട്ട് കൂട്ടുകയാണ് ചെയ്യുക. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൈന്നമാ വജബൽ ഫൗറു ഫി ഖൗലിഹ മത്താ തല്ലഖിത്തിനി ഫലക്കി കഥ. നിങ്ങൾ എന്നെ തലാക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്നതുണ്ട് എന്ന് പറയുന്നിടത്ത് ഫൗറ് നിർബന്ധമാണ്. അയാൾ പറയുന്നിടത്ത് ഉടനെ തന്നെ നൽകേണ്ടതില്ല. അവൾ പറഞ്ഞാലോ, അവൾ പറയുമ്പോൾ ഉടനെ ത്വലാക്ക് ചൊല്ലണം. എന്തുകൊണ്ട്? ലിയന്നൽ ഖാലിബ് അലാ ജാനിബി ഹാലുമായ, കാരണം അവൾ പറയുന്നത് ഒരു പ്രതിഫലത്തിനാണ്. അവളുടെ ഭാഗത്ത് മികച്ചു നിൽക്കുന്നത് അൽ മുആവളത്തു, പ്രതിഫലം എന്ന രീതിയിലാണ്. കച്ചവടം മാതിരി 1000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്നൊക്കെ പറയുന്ന മാതിരി താലീഖല്ല. അപ്പം പിന്നെ ഫൈലം യുത്തലിഖ് ഫൗറൻ, ഉടനെ തലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഹുമില അലൽ ഇബ്തിദായി, അയാൾ ചെയ്തത് ഇബ്തിദാ എന്ന രീതിയിൽ കണക്കാക്കപ്പെടണം. അയാളത് മറ്റേന് മറുപടി ആയിട്ടല്ല, അയാൾ തുടങ്ങി പറഞ്ഞതാണ് എന്ന് കണക്കാക്കപ്പെടണം. ഇനി ഖുദ്റത്തിഹി അലൈഹ, കാരണം അയാൾക്ക് അങ്ങനെ തലാഖ് തുടങ്ങാനുള്ള കഴിവുണ്ടല്ലോ, പ്രതിഫലം പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും തലാഖ് ചൊല്ലാൻ കഴിവുണ്ടല്ലോ. ഇനി ഒന്നും കൂടെ, താരീഖ് ഇസ്ബാത്തിലാകുമ്പോഴാണ് ഇതുവരെ പറഞ്ഞത്. ഇതൊരു തല കറങ്ങണ മസാലയാണ്, പ്രശ്നമാക്കണ്ട, ഭയങ്കര ഗൗരവപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. ഇനി ഇസ്ബാത്തിലല്ല താരീഖ് വന്നത്. താരീഖ് പറഞ്ഞാൽ തലാഖ് ചൊല്ലി 1000 രൂപ തന്നാൽ എന്ന് പറയുന്നിടത്ത്. ഇനി അയാൾ നഫീലാണ് അങ്ങനെ തന്നാൽ എന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞതെങ്കിൽ അതെങ്ങനെ? മതാലം തൊഴത്തീനി അൽഫൻ, തൊഴത്തീനി അൽഫൻ, നീ എനിക്ക് 1000 തരാതിരിക്കുമ്പോൾ നീ താലിഖാണ് എന്ന് പറഞ്ഞു. 1000 തന്നാൽ എന്നല്ല, നഫിയാണ്. തന്നിട്ടില്ല, തരാതിരിക്കുമ്പോൾ നീ താലിഖാണ് എന്ന് പറഞ്ഞാൽ ഫൗലിൽ ഫൗരി, അത് ഉടനെ തലാഖ് സംഭവിക്കും. അതായത് ഫത്തുലുഖു, അവൾ തലാഖാകും. ബി മുളിജി സമനി യുംകിനു ഫീഹി, കൊടുക്കാൻ സാധിക്കുന്നൊരു സമയം കഴിഞ്ഞാൽ, ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 സാധാരണയിൽ ഫലം തുഴത്തിഹി കൊടുത്തില്ല, കൊടുക്കാൻ സാധ്യമാകുന്നൊരു സമയം കഴിയുകയും ഫലം തുഴത്തിഹി അവൾ അയാൾക്ക് നൽകുകയും ചെയ്തില്ലെങ്കിൽ ഉടനെ താലിക്കാവും. പെണ്ണ് അയാളോട് പറയാണ്, അയാൾ പെണ്ണിനോട് പറയാണ്, പെണ്ണെ തുഴത്തീനി എന്നാണ്, തുഴത്തീനി എന്നല്ല, പെണ്ണിനോട് പറയണേ തുഴത്തീന, നീ എനിക്ക് 1000 തന്നിട്ടില്ലെങ്കിൽ തരാതിരിക്കുമ്പോൾ താലിഖാണ് എന്ന് പറഞ്ഞാൽ ഉടനെ കൊടുത്തോളണം, അല്ലെങ്കിൽ താലിഖാകും. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. തിരിച്ച് ഇങ്ങനെയാണ് പറയുന്നെങ്കിലോ, നീ എനിക്ക് 1000 തരുമ്പോൾ താലിഖാണ് എന്ന് പറയുന്നിടത്തോ, എപ്പോഴാണോ 1000 കൊടുക്കുന്നതാണ് ഫൗറ് ഷർത്തിൽ, എപ്പോഴാണോ 1000 കൊടുക്കുന്നത് അപ്പോഴെന്താവുക? താലിഖാകുക. അയാൾ സ്വീകരിക്കലും അവൾ സ്വീകരിക്കലും നിർബന്ധമല്ല. പക്ഷെ എന്താ വെച്ചാൽ അയാൾക്ക് പിന്മാറാൻ പറ്റില്ല. താലീഖാത്തിൽ പിന്മാറാൻ പറ്റില്ല, മുആവദയിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്മാറാനൊക്കെ പറ്റും. താലീഖാത്തിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ഫൗറ് ഷർത്തില്ല, മുആവദത്തിൽ ഫൗറ് ഷർത്താണ്. അപ്പോൾ കച്ചവടമൊക്കെ മുആവദത്തല്ലേ, ഞാൻ 1000 റുപ്യ നിനക്ക് തന്നു എന്ന് പറയുന്നിടത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ. കാരണം ഇവത് വെച്ചിട്ട്, മുആവദത്ത് ഇവത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മുആവദത്തും താലീഖുമാണ് ഇവിടെ ഒരു വിഷയം. മറ്റൊന്ന് ഇൻ എന്നത് ഉപയോഗിക്കുന്നതും മത്ത എന്ന പദം ഉപയോഗിക്കുന്നതുമാണ്. മറ്റൊരു വിഷയം അത് മുസ്ബത്തിൽ ഉപയോഗിക്കുന്നതും നഫിയിൽ ഉപയോഗിക്കുന്നതുമാണ്. മറ്റൊന്ന് അവൾ പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ളതും അയാൾ പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ളതുള്ള മസലയാണ്. ഇങ്ങനെ 8 മസലകളും അതിലേറെയൊക്കെ ഇവിടെ ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക. വശുരിത്ത ഫൗറുൻ ഫി ഇൻ ഇദാ ആതൈതിനി കദാ ഫഅൻതി താലിഖ്, നീ എനിക്ക് 1000 തന്നാൽ നീ താലിഖാണ് എന്ന് പറയുന്നിടത്ത് അവിടെ ആ സംസാരം നടക്കുന്നിടത്ത് തന്നെ 1000 കൊടുത്താലേ എന്താവുള്ളൂ? തലാഖാകുള്ളൂ. എന്താ കാരണം? ഇൻ ഇദാ എന്നാണ് ഉപയോഗിച്ചത്. വശുരിത്ത ഫൗറുൻ, ഉടനെ കൊടുക്കൽ നിർബന്ധമാണ്, ഷർത്താണ്. അല്ലെങ്കിൽ തൗഫി മജ്ലിസ് തവാജുബി, ഈ പറഞ്ഞ് സംസാരിക്കുന്ന മജ്ലിസിൽ തന്നെ ഈജാബ് എന്നൊക്കെ പറയും, ഈജാബ് കബൂൽ, എൻ്റെ പേരാണ് മജ്ലിസ് തവാജുബ്. പരസ്പരം കരാറിൽ ഏർപ്പെടുന്ന മജ്ലിസിൽ, സംസാരിക്കുന്ന മജ്ലിസിൽ തന്നെ കൊടുക്കൽ ഷർത്താണ്. ഉടനെ കൊടുക്കൽ പറഞ്ഞാൽ ബിയല്ലായത്തെ ഖല്ലല കലാമുൻ, സംസാരം ഇടയ്ക്ക് വരരുത്. ഔസുക്കൂത്തും തൊവീലുൻ, അല്ലെങ്കിൽ ദീർഘമായ മൗനം വരരുത്. ഉറഫൻ സാധാരണ രീതിയിൽ മൗനം വരരുത്. മിൻ ഹുറത്തിൻ ഹാദിറത്തിൻ,
ഉടനെ വേണമെന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ത്രീക്ക് ഹാദറത്തിൻ അത് പറയുമ്പോൾ അവിടെ അല്ല, അല്ലെങ്കിൽ ഔ ഹായിബത്തിൻ അല്ലെങ്കിൽ അവിടെ അല്ല അലിമത്തുഹ അവൾ അറിഞ്ഞു, അവിടെ അല്ലായിരുന്നു, അവളെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരു സംസാരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏത് സംസാരം? അവളെനിക്ക് 1000 തന്നാൽ അവൾ താലിഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവൾ അറിഞ്ഞു. ഉടനെ തന്നെ അവളത് കൊടുക്കണം. ഗൂഗിൾ പേ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സമയം. ഓക്കെ. ഫി ഇൻ ഇതാ ആത്തൈത്തിനി കഥാ ഫ അന്തി താലിഖുൻ, നീ എനിക്ക് 1000 തന്നാൽ നീ താലിഖാണ്. എന്നഹു മുക്തദൽ ലഫ്ളി, അത് ഉടനെ വേണമെന്ന്. കാരണം ഇൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. മാൽ ഇവദിഹി, ഇവളോടുകൂടെയുള്ളതായ ഒരു ലഫ്ദിൻ്റെ തേട്ടം അങ്ങനെയാണ്. പ്രതിഫലം പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ മത്താന്ന് പറഞ്ഞാലോ, നമ്മൾ പറഞ്ഞല്ലോ ഓ ഖുലിഫ, ഇത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ഫീ നഹ്ബി മത്ത എന്ന പോലെ പറയുന്നിടത്ത് വ്യത്യാസം അവിടെ വേഗം കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം ഈ സ്വറാഹത്തിഹ, മത്ത എന്നുള്ള പദം വ്യക്തമാണ് ഫി ജവാസി തഖീരി, പിന്തിക്കൽ അനുവദനീയമാണ് എന്നതിൽ. ലാക്കിൻ ലാ റുജുഅലുഹു അൻഹു ഖബ്ലഹു, അങ്ങനെയാണെങ്കിൽ പോലും ഉടനെ അവൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും ആ പറഞ്ഞതിന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല, ഞാൻ പിൻവലിച്ചു എന്ന് പറയാൻ പറ്റില്ല. ലാഹിൻ ലാ റുജുഅലുഹു അൻഹു ഖബ്ലഹു, അയാൾ ആ വാക്കിൽ നിന്ന് അയാൾക്ക് അതിന് മുമ്പ് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ നീ എനിക്ക് 1000 തന്നാൽ താലിഖാണെന്ന് പറയുന്നിടത്ത് 1000 തന്നാൽ കൊടുത്താൽ മതി, നീ സ്വീകരിച്ചു എന്ന് പറയൊന്നും വേണ്ട. ഇസ്ത്രത്തുൽ ഖബൂൽ ലഫ്ളൻ, ലഫ്ദിൽ സ്വീകരിക്കൽ ഷർത്തില്ല. കാരണം അത് താലീഖിൻ്റെ ലഫ്ളാണ്. മുആവദത്താവുമ്പോഴാണ് സ്വീകരിക്കേണ്ടി വരിക. ഇനി ഇബ്റാ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ഇതിൽ സ്വാഭാവികമായിട്ട് വരും. അയാൾ അവൾക്ക് മഹർ കൊടുക്കാനുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവില്ല. പഴയ കാലത്തൊന്നും ഇപ്പോൾ മഹർ കൊടുക്കലൊന്നുമില്ലല്ലോ, കടം പറയാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബാധ്യതയിൽ നിന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ഒരുപാട് കൊടുക്കാനുണ്ട്. ചിലപ്പോൾ ചിലവിൻ്റെ വകുപ്പ് തന്നെ 1000 കൊടുക്കാനുണ്ടാകും. അവൾ എനിക്ക് പൈസ ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അയാൾ 2-3 കൊല്ലത്തെ പൈസ ഒന്നും ചിലവിൻ്റെ കൊടുത്തില്ലെങ്കിൽ അത് കടമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 10,000 ഉണ്ടാകും, അല്ലെങ്കിൽ ലക്ഷങ്ങളുണ്ടാകും. ഓരോ ദിവസവും ഓരോ മാസവും വലിയൊരു സംഖ്യ ഉണ്ടാവുമല്ലോ. എന്തായാലും ചിലവിൻ്റെ പൈസ കൂട്ടുമ്പോൾ, ചിലവും താമസത്തിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ബാധ്യതകളുണ്ട്. ഈ മഹർ കൊടുത്തതുണ്ട്. ഇപ്പോൾ അവൾ വേറെ എന്തൊക്കെയൊക്കെ കൂടി വിവാഹബന്ധം വേർപ്പെടുത്തി പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ നിനക്ക് തരാനുള്ള ബാധ്യതയിൽ നിന്ന് നീ ഒഴിവാക്കി തന്നാൽ ത്വാലിഖാണ്. ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ പേരാണ് ഇബ്റാ എന്ന് പറയുന്നത്. ഒന്ന് എഴുത്ത ആണ് പൈസ കൊടുക്കൽ, മറ്റൊന്ന് കൊടുക്കാനുള്ള പൈസ ഒഴിവാക്കി കൊടുക്കുക. ഇബ്റാ, അബ്റാ, ബരി എന്ന് പറഞ്ഞാൽ ഒഴിവായി എന്നല്ലേ. ശരി. അപ്പം നീ 1000 തന്നാൽ നീ താലിഖാണ് എന്ന് പറയുന്നിടത്ത് നീ 1000 റുപ്യ നീ തന്നാൽ നീ വിവാഹമോചിതയാണ് എന്ന് പറയുന്നിടത്ത് എന്താ പറഞ്ഞത്? ഉടനെ കൊടുക്കണ്ടേ? ശുരിത്ത ഫൗർ എന്നല്ലേ. എന്നതുപോലെ തന്നെയാണ് നീ എന്നെ, ഞാൻ നിനക്ക് തരാനുള്ള ആ സംഖ്യയിൽ നിന്ന് എനിക്ക് ഒഴിവാക്കി തരികയാണെങ്കിൽ നീ താലിഖാണ് എന്ന് പറഞ്ഞാലും ഉടനെ ഒഴിവാക്കി കൊടുക്കണം. ശരിയായ രീതിയിൽ ഒഴിവാക്കി കൊടുക്കണം. അവൾ അറിഞ്ഞ ഉടനെ തന്നെ ഒഴിവാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തലാഖ് സംഭവിക്കൂല. തംബീഹുൻ അൽ ഇബ്റാഉ, ബാധ്യതയിൽ നിന്ന് ഭാര്യ ഭർത്താവിന് ഒഴിവാക്കി കൊടുക്കൽ. ഫീമാ ദുക്റ, മുകളിൽ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം കല്യാണത്തായി പൈസ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഫീ, ഈ പറയപ്പെട്ട വാക്കിൽ, ഏത്? ഇൻ അബ്റഅത്തിനി, അവളെനിക്ക് ബാധ്യത ഒഴിവാക്കി തരികയാണെങ്കിൽ എന്ന വാക്കിൽ ലാബുദ്ദമിൻ ഇബ്റാഇഹ, അവൾ ബാധ്യത ഒഴിവാക്കി കൊടുക്കൽ നിർബന്ധമാണ്. ഫൗറൻ, ഉടനെ ഒഴിവാക്കി കൊടുക്കണം. ബറാഅത്തൻ സ്വഹീഹ്, ശരിയായ രീതിയിൽ ഒഴിവാക്കി കൊടുക്കണം. അഖീബ ഇൽമിഹ, അയാളത് പറഞ്ഞു ഇതിൻ്റെ ഉടനെ, അവളത് അറിഞ്ഞ ഉടനെ, അയാളത് പറഞ്ഞത് അറിഞ്ഞ ഉടനെ തന്നെ. വൈലാലമേക്ക, ഉടനെ തന്നെ ഒഴിവാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ ആണെങ്കിൽ തലാഖ് സംഭവിക്കൂല.
ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും തലാക്ക് സംഭവിക്കുന്നു, ഉടനെ തന്നെ ഒഴിവാക്കി കൊടുത്തിട്ടില്ലെങ്കിലും തലാക്ക് സംഭവിക്കും. ഇവിടെ ഇല്ലാത്ത സ്ത്രീയാണ്, അയാളങ്ങനെ പറഞ്ഞു, അവൾക്ക് ഞാൻ കൊടുക്കാനുള്ള 1,00,000 രൂപയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരാണെങ്കിൽ അവൾ താലിക്കാണെന്ന് പറഞ്ഞു. അവൾ അറിഞ്ഞു സ്ഥലത്തുള്ള പെണ്ണല്ല, ഹാദിറത്തല്ല. അവിടെ എപ്പോൾ ഒഴിവാക്കി കൊടുത്താലും തലാക്ക് സംഭവിക്കുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ മുസന്നിഫ് തള്ളിക്കളയാണ്. ഇഫ്താവ് ബാദിഹിം, ചിലർ ഫത്വ നൽകിയത് ഇഫ്താവ് മുമ്പത്തെയാണ്. എന്ത് ബിഅന്നഹു യഖഉ തലാക്ക് സംഭവിക്കും ഫിൽ ഗായിബത്തി, അത് പറയുമ്പോൾ സ്ഥലത്തില്ലാത്ത സ്ത്രീയുടെ കാര്യത്തിൽ മുത്തലഖൻ നിരുവാധികം, അതായത് ഉടനെ ആയാലും അല്ലെങ്കിലും. ലിഅന്നഹു ലം യുഖാതിബ്ഹ, കാരണം അയാൾ അവളോട് സംബോധനം ചെയ്തിട്ടില്ലല്ലോ വലിയ പ്രതിഫലം പറഞ്ഞിട്ട്. എന്ന ഫത്വ ബഈദുൻ, അത് ദുർബലമായ ഫത്വയാണ്, അത് ഖരീബല്ല ബഈദാണ്. അങ്ങനെ ഫത്വ കൊടുക്കുക എന്നുള്ളത് ബഈദ്, ഫത്വ കൊടുക്കാൻ പറ്റാത്ത വിദൂരമായ ഒരഭിപ്രായമാണ്. മുഖാലിഫുൽ കലാമിഹിം, ഫുഖഹാവ് പറഞ്ഞ അഭിപ്രായത്തോട് എതിരായതുമാണ്. ഇനി മറ്റൊരു രൂപമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്തരം ഇങ്ങനെ തല കറങ്ങണ വിഷയങ്ങളൊക്കെ കുറേ സമയമായി കഴിഞ്ഞാൽ തല കറങ്ങി വീണാളും ചിലപ്പോൾ. തലാഖിൻ്റെ വിഷയം കൂടിയല്ലേ, സ്ത്രീകൾക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല തലാഖ് എന്ന് പറയണത്, ആണുങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അള്ളാഹു നമ്മളെയൊക്കെ അഹ്ലുൽ ഖൈർ വൽ ഇൽമിൽ ഉൾപ്പെടുത്തി തരട്ടെ, ഖാത്തിമത്ത് നന്നാക്കി തരട്ടെ, സർവ്വലോകത്ത് അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ്.